നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ഉത്രം നക്ഷത്രത്തെക്കുറിച്ചാണ്. ഉത്രം നക്ഷത്രക്കാരുടെ മാർച്ച് 18 മുതൽ 31 വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യൻ അസ്ട്രോളജി പ്രകാരം ഇവർക്കുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചുമാണ് നമ്മൾ പറയുന്നത്. ഇതിനെ ഇവര് എങ്ങനെ നേരിടണമെന്നും ഇതിനെന്തൊക്കെ കാര്യങ്ങൾ തയ്യാറെടുക്കണമെന്നും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഉത്രം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലമാണ് ഇവിടെ പറയുന്നത്. ഇത് സ്ത്രീക്കെന്നോ പുരുഷനെന്നോ വേർതിരിച്ചല്ല പറയുന്നത്, രണ്ടുപേർക്കും ചേർന്നുള്ള ഫലങ്ങളാണ് പറയുന്നത്, പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ആദ്യമായിട്ട് ചെറിയ കുട്ടികളുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾ ആരോഗ്യപരമായിട്ടും മറ്റു രീതിയിലും വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്ന സമയമാണ്. എന്നിരുന്നാലും മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധ എപ്പോഴും ചെറിയ കുട്ടികളിൽ ആവശ്യമായിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന ചില സമയങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് അധ്വാനിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഫലം ലഭിക്കുന്നതാണ്. ചില സമയങ്ങളിൽ നമ്മൾ ഒരുപാട് പഠിച്ചാലും ആ പഠിച്ച കാര്യങ്ങളൊന്നും എക്സാമിനൊന്നും വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്നാൽ ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പഠിക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങളും നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ടൊരു പഠന രീതി അവലംബിക്കുകയും അതിലൂടെ പരീക്ഷാദി കാര്യങ്ങളൊക്കെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വിജയമുണ്ടാവുന്നതാണ്. സ്കോളർഷിപ്പോട് കൂടിയുള്ള പഠനത്തിനൊക്കെ നിങ്ങൾക്കിപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് സാധിക്കുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിച്ച വിഷയങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് പഠനത്തിന് ചേരുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ പുതിയ സ്വയം തൊഴിൽ അല്ലെങ്കിൽ പുതിയ ബിസിനസ് ഒക്കെ നിങ്ങൾ തുടങ്ങുന്ന ഒരു സമയമാണ്. ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നിങ്ങൾ നടത്തുന്നതാണ്. അതെല്ലാം വിജയത്തിലെത്തുന്നതാണ്. പുതിയ ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ പണം മുടക്കാനായിട്ട് തയ്യാറായിരിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ പണം മുടക്കുകയാണെങ്കിൽ വളരെ ഉചിതമായിട്ടുള്ള സമയമായിരിക്കും, ലാഭമായിരിക്കും ഈ കാര്യത്തിൽ നിങ്ങൾക്ക് തേടിയെത്തുന്നത്. നനച്ചിരിക്കാതെയുള്ള സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ലോട്ടറി ഭാഗ്യം, വാഹന ഭാഗ്യം, ഭവന ഭാഗ്യം ഒക്കെ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണ്. ഈ ഉത്തരം നക്ഷത്രക്കാരുടെ താരകാസ്ഥിതി വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയ ചുറ്റുപാടിലേക്കൊക്കെ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. പുതിയ പുതിയ കൂട്ടുകെട്ടുകളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ ആളുകളെ പരിചയപ്പെടുകയും അവർ മൂലം നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റികളൊക്കെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ബ്രോക്കർമാർക്കൊക്കെ പറ്റിയൊരു സമയമാണ്. നല്ല ബിസിനസ്സുകളൊക്കെ നടക്കാൻ പറ്റിയൊരു സമയമാണ്. ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ പരിചയമുള്ളവർ ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ നിക്ഷേപിക്കുന്നതും വളരെ നല്ലതാണ്. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഒന്നിലധികം സ്രോതസ്സിലൂടെ പണം വരുന്നുണ്ട്. നിങ്ങളുടെ സമ്പത്ത് ഇരട്ടിക്കേണ്ട ഒരു സമയമാണ് ഈ മാർച്ച് 18 മുതൽ 31 വരെ ഉള്ള ഒരു സാഹചര്യം. അതില് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വേണ്ടുവോളം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേസുകളൊക്കെ ഉണ്ടായിരുന്ന ആ കേസുകളിലൊക്കെ നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കുന്നതാണ്. ശത്രുശല്യം പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകുന്നതാണ്. കൂടാതെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. അതുമൂലം അവരുമായിട്ടുള്ള സമ്പർക്കമൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി വരുന്നുണ്ട്. ഇത്രയും കാലം അനുഭവിച്ചിരുന്ന വിഷമതകളൊക്കെ നിങ്ങൾക്ക് മാറുന്ന ഒരു സമയമാണ്. ഉത്തരം നക്ഷത്രക്കാര് പ്രത്യേകമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വെള്ളിയാഴ്ച വ്രതം എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകുന്നുണ്ട്. ഈ ഈശ്വര അനുഗ്രഹം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. വ്രതം എടുക്കുക എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക എന്നുള്ളതല്ല വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്ന മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അന്നേ ദിവസം നോൺ വെജ് ഒന്നും കഴിക്കാതിരിക്കുക. മനസ്സിൽ നിങ്ങൾ ഏത് ദൈവത്തിലാണോ പ്രാർത്ഥിക്കുന്നത്, ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത്, ആ മതത്തിലെ ദൈവത്തിനെയും ആ പ്രാർത്ഥനയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മറ്റുള്ള ചിന്തകളൊക്കെ വെടിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. മനസ്സിനെ പ്രാപ്തമാക്കിയെടുത്ത് അതൊരു പോസിറ്റീവ് എനർജി ആക്കി നമ്മൾക്ക് ചുറ്റുമുള്ള ഒരു ഓറയാക്കി മാറ്റുക എന്നുള്ളതാണ്. ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്ന ആളുകളാണെങ്കിൽ മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ കുറച്ച് ശബ്ദത്തിൽ, നമ്മൾ സംസാരിക്കുന്ന ശബ്ദത്തിൽ ജപിക്കാൻ ശ്രമിക്കുക. കാരണം മന്ത്രം അന്തരീക്ഷത്തിൽ ലയിച്ചാൽ മാത്രമേ അതിന് പോസിറ്റീവ് എനർജി ഉണ്ടാകുകയുള്ളൂ. ആ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വന്നു ചേരണമെന്നുണ്ടെങ്കിൽ ശബ്ദമുണ്ടായിരിക്കണം. ഉത്തരം നക്ഷത്രക്കാര് മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളുടെ നല്ലൊരു സമയമായതുകൊണ്ട് നിങ്ങൾ വാഹനത്തിൽ അല്ലെങ്കിൽ ഭവനത്തിൽ അല്ലെങ്കിൽ സ്ഥലം വാങ്ങിക്കാനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇതെല്ലാം ലാഭത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ പണം അധികം നിങ്ങൾക്ക് നഷ്ടമാകാതെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നേടുവാൻ സാധിക്കുന്നതാണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് കിട്ടാതെ കിടന്നിരുന്ന
പൈസയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ പോലും മറന്നുപോയിരുന്ന പണമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ കൃഷിക്കാരെ സംബന്ധിച്ച് വളരെയധികം നല്ലൊരു സമയമാണ്. കൃഷിക്ക് നല്ല വിളകളൊക്കെ ലഭിക്കാൻ പറ്റിയൊരു സമയമാണ്. അതുപോലെ തന്നെ കലാകായിക രംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ചില കലാവാസനകളെയും കായിക വാസനകളെയും ഒക്കെ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്തുകൊണ്ടും ഉത്രം നക്ഷത്രക്കാർക്ക് വളരെ പറ്റിയ ഒരു സമയമാണ്. നമ്മൾക്ക് ഒന്നേ പറയാനുള്ളൂ, എല്ലാം അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഉത്രം നക്ഷത്രക്കാർക്ക്. നമ്മളുടെ അനാസ്ഥ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നടക്കാതെ പോകും. കാരണം നമ്മൾക്ക് വരുന്ന അവസരങ്ങളെ നമ്മൾ വേണ്ടുവോളം വിനിയോഗിച്ചാൽ മാത്രമേ നമ്മൾക്കത് പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വരുന്ന അവസരങ്ങളെ വിനിയോഗിക്കാൻ ശ്രമിക്കുക. ഇല്ലാതെ എനിക്ക് ഭാഗ്യമില്ല എന്ന് പറഞ്ഞ് ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ചെറിയ റിസ്ക് എന്ന് പറയില്ല, റിസ്ക് ഉണ്ടാവും. ആ റിസ്ക് നമ്മൾ ഏറ്റെടുത്താൽ മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ. റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാകുക, വിജയിക്കാൻ തയ്യാറാകുക. അതുപോലെ തന്നെ ലക്ഷ്യത്തിലേക്ക് മാത്രം പോകുക. പല ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ വ്യതിചലിച്ചു പോകരുത്. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള മാർഗങ്ങൾ തുറന്നു കിട്ടും. ആ മാർഗങ്ങളിലൂടെ പോകാൻ നിങ്ങൾ പഠിക്കുക. ഇത്രയും ഉത്രം നക്ഷത്രക്കാർ ചെയ്താൽ മതിയാകുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.